അധ്യക്ഷ പ്രസംഗത്തിനായി മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറും ഫെസ്റ്റിവലിൻ്റെ ചെയർമാനുമായ ശ്രീ എം വി ശ്രേയാംസ് കുമാറിനെ ക്ഷണിക്കുന്നു. ഈ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യാനെത്തിയ മഹാനടൻ മമ്മൂക്ക, ഈ ഫെസ്റ്റിവലിൻ്റെ ചീഫ് പാട്രണും മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ പി വി ചന്ദ്രൻ, നമ്മളെ പ്രിയപ്പെട്ട എഴുത്തുകാരി സാറ ടീച്ചർ, ഈജിപ്തിൽ നിന്ന് വന്ന മൻസൂർ ആയസ് എൽദിൻ, ഇവിടെ സ്വാഗതം പറഞ്ഞ പി വി നിതീഷ്, മനോജ് കെ ദാസ്, ഇതോടെ ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള ഈ ഫെസ്റ്റിവലിൻ്റെ ഭാഗമാവാനെത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളോട് ഇരിക്കുന്ന മമ്മൂക്കയുടെ വാക്കുകൾക്കാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പ്രസംഗത്തിലൊന്നും മുതിരുന്നില്ല. കാരണം വെറുതെ കൂക്ക് വെക്കേണ്ട വെച്ചിട്ടാണ്, വേറൊന്നും ഉണ്ടായിട്ടല്ല. ഏതായാലും ഇത് 5ാം വർഷമാണ് ഫെസ്റ്റിവൽ ഇവിടെ കനകക്കുന്നിൽ വെച്ച് നടക്കുന്നത്. ആദ്യമായിട്ട് തന്നെ ഇതിന് എല്ലാ പ്രോത്സാഹനവും ഇതിൻ്റെ വിജയത്തിനായി എത്തുന്ന നിങ്ങളെല്ലാവരും ഞാൻ മാതൃഭൂമിയുടെ പേരിൽ നന്ദി പറയുകയാണ്. നിങ്ങളില്ലെങ്കിൽ ഈ ഫെസ്റ്റിവലുമില്ല. ഇവിടെ ക്യൂറേറ്റഡ് ഫെസ്റ്റിവലാണ്, സൗജന്യ എൻട്രി ഇല്ലാത്ത ഫെസ്റ്റിവലാണ്. രജിസ്റ്റർ ചെയ്തിട്ടാണ് ഇവിടെ ആൾക്കാർ വരേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആൾക്കാർ ഇവിടെ നടക്കുന്ന ചർച്ചകൾ കേൾക്കാനും അത് മനസ്സിലാക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും വരുന്നവരാണ്. ഡിസേണിങ് ഓഡിയൻസ് എന്ന് പറയില്ല, അതുപോലെയാണ്. ഈ ഫെസ്റ്റിവലിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എക്സ്പ്ലോറിങ് പ്ലൂറാലിറ്റി, അതാണ് ഈ ഫെസ്റ്റിവലിൻ്റെ തീം. ഇന്ന് ലോകം മുഴുവൻ ബഹുസ്വരത ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അഭിപ്രായം പറയുവാനും ചില അഭിപ്രായങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിക്കാനും എല്ലാമുള്ള സ്വാതന്ത്ര്യം കൈവിട്ടു പോകുന്നൊരു കാലഘട്ടത്തിൽ അതേക്കുറിച്ചാണ് ഈ ഫെസ്റ്റിവൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലുള്ള വിവിധ തലങ്ങളിൽപ്പെട്ട ആൾക്കാർ ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഏകദേശം 450 സ്പീക്കേഴ്സാണ് 300 സെഷനിലായിട്ട് ഇവിടെ സംസാരിക്കുന്നത്. കലാരംഗത്തെയും സാംസ്കാരിക രംഗത്തെയും സാഹിത്യരംഗത്തെയും അതുപോലെ രാഷ്ട്രീയ രംഗത്തെയും എല്ലാമുള്ള ആൾക്കാർ ഇതിൻ്റെ ഭാഗമായി ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് ബഹുസ്വര രാഷ്ട്രമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. വൈവിധ്യങ്ങളുടെ നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അവിടെ ഒരു ഏകസങ്കല്പം എന്നുള്ളത് നമ്മൾക്ക് ആലോചിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഇന്ത്യൻ സംസ്കൃതിയെ ഇല്ലാതെയാക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇവിടെ ബഹുസ്വരങ്ങളുടെ പ്രത്യേകത അതിൻ്റെ പ്രാധാന്യം വിളിച്ചോതാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു തീം ഇവിടെ തിരഞ്ഞെടുത്തത്. അതിലും കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഇവിടെ സന്നിഹിതരായ എല്ലാവരും എല്ലാ സഹകരണത്തിനും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ അവസരത്തിൽ ഞാൻ ശ്രീ പി വി ഗംഗാധരനെ ഓർക്കുകയാണ്. അദ്ദേഹം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി. അദ്ദേഹം എപ്പോഴും വളരെ ആവേശത്തോടു കൂടി 4 ദിവസം ഇവിടെ നിന്ന് താമസിച്ച് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വേർപെട്ടു പോയതിൻ്റെ ഒരു സങ്കടവും കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അതോടൊപ്പം മമ്മൂക്ക എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാ പരിപാടിയിലും അദ്ദേഹം സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ പരിപാടിക്ക് വിളിച്ചപ്പോഴും അദ്ദേഹം വരാമെന്നേറ്റു. അതിൽ ഞങ്ങൾക്ക് അതേ ആഹ്ലാദമുണ്ട്. അങ്ങേപോലെ വൈവിധ്യങ്ങളുടെ ചർച്ചയാണല്ലോ. ഇത്ര വൈവിധ്യമുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച വേറെ നടനാണ് കേരളത്തിലുള്ളതെന്ന് നമുക്ക് സംശയമില്ലാതെ പറയാൻ സാധിക്കും. എത്ര വേഷങ്ങൾ, എന്തെല്ലാം വേഷങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ഒരാളാണ് മമ്മൂക്ക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വൈവിധ്യങ്ങളുടെ ചർച്ച ചെയ്യുന്ന ഈ ഉത്സവം അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായതും. അതുമാത്രമല്ല, മമ്മൂക്ക വലിയൊരു വായനക്കാരൻ, എത്ര ആൾക്കത് അറിയുന്നു അറിയില്ല. അദ്ദേഹം ആനുകാലികൾ മാത്രമല്ല, ഇറങ്ങുന്ന പുസ്തകങ്ങളെല്ലാം മേടിച്ച് അദ്ദേഹത്തിൻ്റെ കാരവാനിൽ ഇരുന്നും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ധാരാളം വായിക്കുന്നൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് എന്തുകൊണ്ടും അദ്ദേഹം ഇത് ഉദ്ഘാടനം ചെയ്യാൻ അർഹനാണ്, അർഹതക്കപ്പുറമാണ് എന്ന് പറഞ്ഞുകൊണ്ട്
ഒരിക്കൽ കൂടി അദ്ദേഹത്തോട് ഇവിടെ വന്നതിനുള്ള ഞങ്ങളുടെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.